BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഇന്റർനാഷണൽ സ്പേസ് ഫോറം ഗൾഫ് ചാപ്റ്റർ മന്ത്രിതല യോഗം ജൂലൈ 2-3 തീയതികളിൽ ബഹ്റൈനിൽ നടക്കും. നയതന്ത്ര സാമ്പത്തിക വികസന മേഖലകളിൽ സ്പേസ് ടെക്നോളജിയുടെ പങ്ക് ചർച്ച ചെയ്യുന്ന പ്രധാന അന്താരാഷ്ട്ര ഫോറമായ ഇതിന് ആതിഥേയത്വം വഹിക്കുന്ന മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ആദ്യ രാജ്യമാവുകയാണ് ബഹ്റൈൻ. അറേബ്യൻ ഗൾഫ് മേഖലയുടെ ബഹിരാകാശ ശാസ്ത്ര വികസനത്തിൽ ഫോറം നിർണായക പങ്ക് വഹിക്കുമെന്ന് ബഹ്റൈൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ അസീരി പറഞ്ഞു. വിവിധ രാജ്യങ്ങളിലെ ബഹിരാകാശ ഗവേഷണം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം എന്നിവയുടെ ചുമതലയുള്ള മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഫോറത്തിൽ പ്രതീക്ഷിക്കുന്നു. ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസിയുടെയും ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെയും സഹകരണത്തോടെയാണ് NSSA ഫോറം സംഘടിപ്പിക്കുന്നത്. ഫോറത്തിന്റെ 6ാം എഡിഷനാണിത്. ഗൾഫ് മേഖലയുടെ വികസനത്തിന് ബഹിരാകാശ ശാസ്ത്രവും സാങ്കേതികവിദ്യയും എന്ന പ്രയോജനം ചെയ്യുമെന്ന് സംബന്ധിച്ച ചർച്ചയും ഫോറത്തിലുണ്ടാകും. ഭൗമനിരീക്ഷണം, ബഹിരാകാശ പര്യവേഷണം, ബഹിരാകാശ ദർശനങ്ങളും നയങ്ങളും തുടങ്ങിയ വിഷയങ്ങളിൽ പ്രബന്ധങ്ങളുടെ അവതരണവും ചർച്ചയും നടക്കും. ഫോറത്തിന്റെ അവസാന പ്രതിനിധികൾ മനാമ പേജ് പ്രഖ്യാപനം അംഗീകരിക്കും. 34,000 ദിനാർ വില വരുന്ന മയക്കുമരുന്നുമായി ഏതാനും പേർ പിടിയിലായതായി ആന്റി ഡ്രഗ് ഡയറക്ടറേറ്റ് അറിയിച്ചു. വിവിധ കേസുകളിലായാണ് സ്ത്രീകളടക്കമുള്ള പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് 3 കിലോ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 34,000 ദിനാറോളം വില വരും. ഇവ ഉപഭോക്താക്കളെ കണ്ടെത്തി വിൽപ്പന നടത്താനായിരുന്നു പ്ലാൻ. പ്രതികളെ റിമാൻഡ് ചെയ്യാനും പിന്നീട് നിയമ നടപടികൾക്കായി കോടതിക്ക് കൈമാറാനും ഉത്തരവിട്ടു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കലാലയം സാംസ്കാരിക വേദി ആഗോളതലത്തിൽ 5000 കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ജൂൺ 4 മുതൽ 9 വരെയുള്ള കാലയളവിലാണ് ഇക്കോ വെബ് എന്ന ശീർഷകത്തിൽ ഇക്കോ വൈബ് എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം വസിക്കുന്ന ഭൂമിയും അതിലെ വിഭവങ്ങളും കരുതലോടെ ഉപയോഗിക്കുക എന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. ബഹ്റൈനിൽ 200 കേന്ദ്രങ്ങളിലാണ് ഇക്കോ വൈബ് നടക്കുന്നത്. റിസാല സ്റ്റഡി സർക്കിളിന്റെ യൂണിറ്റ് തലങ്ങളിൽ താമസയിടങ്ങൾ സന്ദർശിച്ച് പരിസ്ഥിതി ദിനത്തിന്റെയും ശുചിത്വത്തിന്റെയും പ്രാധാന്യവും ക്രമീകരണങ്ങളും ബോധവൽക്കരിക്കുന്ന സംഗമങ്ങൾ നടക്കും. താമസ കെട്ടിടങ്ങളിലെ പരിമിതമായ സ്ഥലങ്ങളിൽ ചെടികളും പച്ചക്കറികളും സജ്ജീകരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറവകൾക്ക് കുടിക്കാൻ വെള്ളം ഒരുക്കുന്നതിനെക്കുറിച്ചും സൗഹൃദ സംഗമങ്ങളിൽ പങ്കുവയ്ക്കും. ഇക്കോ വൈബ് ക്യാമ്പയിനിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ വെബിനാർ, പരിസ്ഥിതി പഠനം, ചിത്രരചന മത്സരം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളും അനുബന്ധമായി സംഘടിപ്പിക്കും. GCCയിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ ടീ ടൈമിന്റെ ബഹ്റൈനിലെ 10ാമത്തെ ബ്രാഞ്ച് ഹിദ് അൽ അൽജൻ പെട്രോൾ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹാഷിം യാക്കൂബ് അഹമ്മദ് അബ്ദുള്ള പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഷീർ പരവന്റെ വിട, മുഹമ്മദ് അമിത്തിന്റെ വീട്ടിൽ അഷ്റഫ് വെള്ളുവൻകണ്ടി, അൽ ഹിലാൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് നിയാസ്, അഷ്റഫ് മായഞ്ചേരി, സാദിഖ് മഠത്തിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും പരാജയം പരിശോധിക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്, കേരളത്തിലേക്കല്ല. BJPക്കും മോദിക്കും ലഭിച്ചത് വലിയ തിരിച്ചടിയാണ്. പണത്തിന്റെയും അധികാരത്തിന്റെയും ശക്തി ഉപയോഗിച്ച് ഭരണം പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. അതിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി വലിയ തോതിൽ പണം വിനിയോഗിച്ചു. എന്നിട്ടും ഫലം ഇതാണ്. രാഷ്ട്രീയ നേതാക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന UP ജനത കാണിച്ചു തന്നു. സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ത്യ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. 25 ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കി സ്കൂളുകളുടെ വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. 220 അധ്യയന ദിനം തികയ്ക്കുന്ന രീതിയിലാണ് കലണ്ടർ. ജൂൺ 15, 22, 29, ജൂലൈ 20, 27, ഓഗസ്റ്റ് 17, 24, 31, സെപ്റ്റംബർ 7, 28, ഒക്ടോബർ 5, 26, നവംബർ 2, 16, 23, 30, ഡിസംബർ 7, ജനുവരി 4, 25, ഫെബ്രുവരി 1, 15, 22, മാർച്ച് 1, 15, 22 ശനിയാഴ്ചകളാണ് പ്രവൃത്തി ദിവസമാക്കിയത്.
ജൂൺ, ഓഗസ്റ്റ്, ഫെബ്രുവരി മാസങ്ങളിൽ 3-ഉം നവംബറിൽ 4-ഉം ശനിയാഴ്ച പ്രവൃത്തി ദിനമാണ്. ഇതാദ്യമായാണ് ഇത്രയും ശനിയാഴ്ചകൾ കൂട്ടത്തോടെ അധ്യയന ദിനമാക്കുന്നത്. നേരത്തെ 204 അധ്യയന ദിനം ഉൾപ്പെടുത്തി കലണ്ടറിന് ധാരണയായിരുന്നുവെങ്കിലും 220 ദിവസങ്ങൾ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. അധ്യാപക സംഘടനകൾ കൂട്ടത്തോടെ ഇതിനെ എതിർത്തെങ്കിലും കോടതി വിധി നടപ്പാക്കേണ്ടി വരുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകിയത്. ഇതിന് പിന്നാലെയാണ് 16 ശനിയാഴ്ച കൂടി ഉൾപ്പെടുത്തി 220 അധ്യയന ദിനം നിശ്ചയിച്ച് കലണ്ടർ തയ്യാറാക്കിയത്. കഴിഞ്ഞ വർഷം 210 അധ്യയന ദിനം ഉൾപ്പെടുത്തിയുള്ള കലണ്ടർ അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് 205 ആക്കി മാറ്റിയിരുന്നു. വഞ്ചന കേസിൽ പ്രതികളായ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെ വക്കാലത്ത് അഭിഭാഷകൻ ഒഴിഞ്ഞു. ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളോട് ഹർജിക്കാരൻ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനാലാണ് അഭിഭാഷകൻ പിന്മാറിയതെന്നാണ് പറയപ്പെടുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അഭിഭാഷകൻ പിന്മാറിയതിനെ തുടർന്ന് ഹർജി ജൂൺ 12-ന് പരിഗണിക്കാൻ മാറ്റി. ഇത് അവസാന അവസരമായിരിക്കുമെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് CS ഡയസ് ഹർജി മാറ്റിയത്. വഞ്ചന കേസിൽ പ്രതികളുടെ അറസ്റ്റ് സ്റ്റേ ചെയ്ത് നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ് കോടതി 12 വരെ നീട്ടിയിട്ടുണ്ട്. സിനിമയ്ക്ക് 7 കോടി രൂപ നിക്ഷേപിച്ചിട്ടും ലാഭവിഹിതവും പണവും നൽകിയില്ലെന്നാരോപിച്ച് അരൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തത്. മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കാനിരിക്കെയാണ് നിലവിലെ അഭിഭാഷകൻ വക്കാലത്തൊഴിഞ്ഞത്. ഗുരുതര സാമ്പത്തിക തട്ടിപ്പാണ് ഹർജിക്കാരൻ നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി മരട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. സൗബിന്റെ പിതാവും നിർമ്മാതാവുമായ ബാബു ഷാഹിറും കേസിൽ പ്രതിയാണ്. ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിൽ ഓട്ടോ ഡ്രൈവർമാരുടെ അഴിഞ്ഞാട്ടം. യാത്രക്കാരെ കയറ്റാനെത്തിയ ഊബർ ടാക്സി ഡ്രൈവറെ സംഘം ചേർന്ന് മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഊബർ ഡ്രൈവർ കുന്നത്തേരി സ്വദേശി ഷാജഹാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇയാളുടെ സഹോദരി ജാസ്മിൻ നൽകിയ പരാതിയിൽ ആലുവ പോലീസ് കേസെടുത്തു. മർദ്ദിച്ച 3 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു. 2 ദിവസം മുൻപാണ് സംഭവമുണ്ടായത്. സമൂഹ മാധ്യമങ്ങളിൽ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിലും പോലീസിൽ പരാതിയൊന്നും ലഭിച്ചിരുന്നില്ല. വീണ്ടും ആക്രമിക്കപ്പെടുന്ന ഭയത്താലാണ് ഷാജഹാൻ ഇക്കാര്യം ആരോടും പറയാതിരുന്നത്. എന്നാൽ പിന്നീട് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും രക്തം ഛർദ്ദിക്കുകയും ചെയ്തതോടെയാണ് ബന്ധുക്കൾ വിവരമറിഞ്ഞതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെയോ അംഗീകാരങ്ങളൊന്നുമില്ലാതെ ചില അനധികൃത ഓട്ടോറിക്ഷക്കാരാണ് ഇവിടെ ഓടുന്നത്. സർവീസ് റോഡിലെ സുഗമമായ ഗതാഗതത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ തോന്നിയ പോലെ റോഡിന്റെ ഇരുവശങ്ങളിലും ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാറുമുണ്ട്. മെട്രോ സ്റ്റേഷനിൽ യാത്രക്കാരുമായി വരുന്നതും യാത്രക്കാരെ തിരികെ കൊണ്ടുപോകാനുള്ളതുമായ വാഹനങ്ങൾക്കും ഇത് തലവേദനയാണ്. ചില യൂണിയൻ ഒത്താശയോടെ നടക്കുന്ന അനധികൃത ഓട്ടോ സ്റ്റാൻഡിന്റെ അധികാരികൾ ഒത്താശ ചെയ്യുന്നതായും നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു. ഈ ബലത്തിലാണ് ഡ്രൈവർമാരുടെ ഗുണ്ടായിസം. യൂണിയൻ നേതാക്കളുടെ സഹകരണത്തോടെ മെട്രോ സ്റ്റേഷൻ തുടങ്ങിയ സമയത്ത് വിവിധ നാടുകളിൽ നിന്ന് നിരവധി ഓട്ടോറിക്ഷകൾ സ്റ്റേഷന് മുൻപിൽ നിർത്തിയിട്ട് ഓടിയിരുന്നു. എന്നാൽ ഇത് ഗതാഗത തടസ്സമുണ്ടാക്കുകയും വർഷങ്ങളായി സ്റ്റേഷന് സമീപത്ത് വിവിധ സ്റ്റാൻഡുകളിലായി ഓട്ടോ ഓടിക്കുന്നവരെ എതിർപ്പ് ഉയരുകയും ചെയ്തിരുന്നു. നഗരത്തിൽ നിന്ന് ദേശീയപാതയിലേക്കുള്ള വാഹനങ്ങളെല്ലാം മെട്രോ സ്റ്റേഷന് മുൻപിലുള്ള സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. ഇതിനു പുറമെ സ്റ്റേഷനിലെത്തുന്ന ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങളും ഇവിടെയുണ്ടാകും. എന്നാൽ ഓട്ടോകൾ പാർക്ക് ചെയ്തതിനാൽ വലിയ വാഹനങ്ങൾ നടുറോഡിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും. ഇത് മെട്രോ യാത്രക്കാർക്കും ദുരിതമാകുന്നു. നീന്തൽ പഠിപ്പിക്കുന്നതിനിടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കുളത്തിൽ വീണ 4 വയസ്സുകാരൻ മരിച്ചു. കൊട്ടക്കൽ ഇന്ത്യന്നൂർ പുതുമനതൈ മഠത്തിൽ മഹേഷിന്റെയും ഗംഗാദേവിയുടെയും മകൻ ധ്യാൻ നാരായണനാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം നടന്നത്. വീടിനടുത്തുള്ള കുളത്തിൽ അമ്മയും അച്ഛനും നീന്തൽ പഠിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ കുട്ടി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ പുറത്തെടുത്ത് കോട്ടക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെ 11:30-ഓടെയാണ് മരണം. തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേരള തീരപ്രദേശത്തെ കടലിൽ ജൂൺ 10 മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം ഏർപ്പെടുത്തുക. 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. മറ്റൊരു ചക്രവാത ചുഴി തെക്കൻ ആന്ധ്രാ തീരത്തിനും വടക്കൻ തമിഴ്നാടിനും സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാലാണ് ശക്തമായ മഴ തുടരുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം.
ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.